ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചാമ്പയ്ക്കൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചാമ്പയ്ക്ക പൊട്ടിക്കാൻ തിന്നാന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഫോൺ വിളിച്ചപ്പോൾ പറയാറുണ്ട്, ചാമ്പയ്ക്കൊക്കെ ഇത് നന്നായി പൂത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ വരുമ്പോഴേക്കും അതൊക്കെ പഴുത്ത് പോകുന്ന തോന്നണേന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ചാമ്പയ്ക്ക കിട്ടില്ല എന്ന്. എന്തോ ഭാഗ്യത്തിന് അതൊക്കെ കഴിയുമ്പോഴേക്കും എത്താൻ പറ്റി. മോള് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ചാമ്പയ്ക്കൊക്കെ പൊട്ടിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക. അമ്മയാണെങ്കിൽ കിളികൾക്കൊന്നും കൊടുക്കാണ്ട് നെറ്റൊക്കെ കെട്ടി വലയൊക്കെ കെട്ടി ഭയങ്കര സെക്യൂറായിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ, ആരും ഇത് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കിളികളൊന്നും കൊത്തിയിട്ടൊന്നുമില്ല. അത് നമുക്ക് നല്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചാമ്പയ്ക്കകളൊക്കെ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ എന്തായാലും നല്ല പഴുത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല മധുരം ഉണ്ട് കേട്ടോ. പൊന്നൂസ് ഇവിടെ എത്തിയ വഴിക്ക് തന്നെ പൊട്ടിച്ച് തിന്നൽ കഴിഞ്ഞു കേട്ടോ. അവൾക്ക് അത്രയും ഇഷ്ടമാണ് ചാമ്പയ്ക്ക. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പൊട്ടിച്ച് ശരിയാക്കുകയാണ്. ഇനിയിപ്പോൾ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം. പൊന്നൂസും ചേട്ടന്മാരും കൂടിയിട്ട് എല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചാമ്പയ്ക്ക കൊണ്ട് അച്ചാറുണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാം. നമ്മൾ ചാമ്പയ്ക്ക കൊണ്ട് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്, വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ജാം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതിനൊന്നും ഇപ്രാവശ്യത്തെ എന്തായാലും തികയില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര അധികം കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം. കഴുകിട്ട് കഴിച്ചോളോട്ടെ പൊന്നോ. ഇവിടെ അത് കഴുകി കൊടുത്തിടാവേ. അങ്ങനെ ഒരുവിധം പഴുത്തതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. ബാക്കി പഴുത്തത് 2 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ മരത്തിൻ്റെ മുകളിൽ തന്നെ പൊട്ടിച്ച് തിന്നണേൻ്റെ വൈബൊന്ന് വേറെയാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ അവിടെ വെച്ചു. നല്ല പഴുത്തതൊക്കെ പൊട്ടിച്ചു. നല്ല ഭംഗിയുണ്ടല്ലേ എങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. മോൾക്ക് എന്തായാലും ഇപ്രാവശ്യം ചാമ്പയ്ക്ക് തിന്നിട്ട് മതിയായിട്ടുണ്ടാവും. കാരണം അത്രയധികം അവൾ ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ചാമ്പയ്ക്കൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് കളിയായി. അങ്ങനെ ഇതാണ് മക്കളെ, കിളികൾക്ക് പോലും കൊടുക്കാണ്ട് അമ്മ സൂക്ഷിച്ച ഞങ്ങളുടെ ചാമ്പയ്ക്ക, നമ്മുടെ ചാമ്പയ്ക്ക. അങ്ങനെ ഇപ്രാവശ്യത്തെ ഈ ട്രിപ്പിലത്തെ ചാമ്പയ്ക്ക പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. അപ്പോൾ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും നമുക്കിപ്പോൾ കഴിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. കണ്ടോ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ ദിവസവും കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് പൊട്ടിച്ചതാണ്. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പഴുത്തിട്ട് ഇത്രയും പിന്നെയും കിട്ടും. അങ്ങനെയാണ്. നല്ല മധുരമാണ് കേട്ടോ. ഞാൻ ഉപ്പുമുളകും കൂട്ടി കഴിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് കഴുകി അപ്പം തന്നെ കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ, നമുക്ക് കിട്ടിയ ചാമ്പയ്ക്ക. ചാമ്പയ്ക്കൊക്കെ ഒരു വീട്ടിൽ വെക്കാം കേട്ടോ. കാരണം അധികം വലിയ മരമൊന്നും ആവില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ അധികം നമുക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ചാമ്പയ്ക്കൊക്കെ വീട്ടുകളിൽ വെക്കുന്നത് നല്ലതാണ്. ഞങ്ങളിത് വെച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് 3-4 പ്രാവശ്യം ഇതുണ്ടാവുന്നു. അങ്ങനെ നമ്മളിത് കഴുകിയെടുക്കുകയാണ്. വെള്ളത്തിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ്. പുഴുക്കൾ കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഉപ്പും ഇട്ടിട്ട് അങ്ങോട്ട് തിന്നുക, വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഇന്നത്തെ ചാമ്പയ്ക്ക് എന്തായാലും നമ്മൾ പറിച്ച് കഴിഞ്ഞു. ഇത്രയും കൂടി ബാക്കിയുള്ളൂ. അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ചാമ്പയ്ക്ക കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വയറൊക്കെ നിറഞ്ഞു. ഇനി പൊന്നൂസ് പറിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ഇത് ഇന്ന് പറിച്ച ചാമ്പയ്ക്കയാണ്, പിറ്റേ ദിവസത്തെ ചാമ്പയ്ക്കയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഇത് ഉണ്ടാവും. അപ്പോൾ പൊട്ടിക്കുക, കഴുകുക, തിന്നുക, ഇത് തന്നെ പരിപാടിയായിരുന്നേ. അങ്ങനെ കുറേ ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഇതുപോലെ ചാമ്പയ്ക്ക നമുക്ക് കുറച്ചേശ്ശെ കിട്ടും. അങ്ങനെ ഇപ്രാവശ്യം കുറേ ചാമ്പയ്ക്ക കഴിച്ചു. പൊന്നൂസിന് ചാമ്പയ്ക്ക അങ്ങോട്ട് തിന്നിട്ട് മതിയായിട്ടുണ്ടാവും ഇപ്രാവശ്യം. അത്രയധികം പൊന്നൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചാമ്പയ്ക്ക. അപ്പോൾ അതിങ്ങനെ ഉപ്പ് കൂട്ടിയിട്ടൊക്കെ എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ.